ശാരദ ഉറക്കായോ? ഇല്ല, വെറുതെ കിടക്കുക. ചേച്ചിയുടെ നമ്പറുകളൊക്കെ കഴിഞ്ഞോ? ഇല്ല, ലാസ്റ്റ് നമ്പർ ഉണ്ട്. ഇനി അരമണിക്കൂറാവും. ഇടയിൽ വെറുതെ ഇവിടെ വരെ വന്നതാ. എന്താ ചേച്ചി? ഈ തമ്പിൽ മുഴുവൻ നിങ്ങളെ പറ്റിയുള്ള സംസാരമാണ്. കുറെയൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. ഗോവിന്ദനെ കാണുമ്പോൾ ആൾക്കാർ മുഴുവൻ നോക്കി ചിരിക്കുക. കുറെ ദിവസമായി ഞാൻ അവനോടൊന്നും സംസാരിക്കാറില്ല. അവന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. നീയും ഗോവിന്ദനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? നിങ്ങൾ തമ്മിൽ എന്നും വഴക്കാണെന്നാ പുറത്തൊക്കെ സംസാരം. ഞാൻ എന്ത് ചെയ്യാനാ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയം. അപ്പൊ ഓരോന്ന് പറയും. ആ വിജയൻ ഇവിടെ വരുന്നതല്ലേ ഇതിന് കാരണം? ഞാൻ വിളിച്ചിട്ടല്ലല്ലോ വിജയേട്ടൻ വരുന്നത്. അവര് കൂട്ടുകാരാ, അങ്ങോരെ കാണാനാ വരുന്നത്. ഗോവിന്ദൻ ഇല്ലാത്തപ്പോ വരാൻ പാടില്ല, നീ തീർത്തു പറയണം. ആളുകൾക്ക് പറയാൻ എന്തെങ്കിലും ഇത്തിരി പോരെ? ഇനിയെങ്കിലും ശാരദ ഇതിനൊന്നും ഇടം കൊടുക്കരുത്. ആ രമേശിനെ പോലുള്ളവർ ഓരോ കാരണം പറഞ്ഞ് മുതലെടുക്കാൻ നടക്കുന്നവരാ. അവനെ സൂക്ഷിക്കണം. ശാരദ ചേച്ചി ബോസ് വിളിക്കുന്നു. എന്നെയോ? അതെ, ചേച്ചി തന്നെ. എന്നെ ആവില്ല. എന്നെ എന്തിനാ ബോസ് വിളിക്കുന്നത്? ബോസ് ചിലപ്പോ വല്ലതും കേട്ട് വേണം എന്നോട് ചോദിക്കാനായിരിക്കും. ഞാൻ പോവില്ല. ബോസ് വിളിച്ചിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല. എന്നാൽ അവര് വരട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. ഒറ്റയ്ക്ക് പോയാലെന്താ? ബാബുജി നല്ല മനുഷ്യനാ. നിന്നെ എന്തിനാ വിളിച്ചതെന്നറിയാവോ? വെറുതെ ഇരിക്കല്ലടി, കളിയൊക്കെ പഠിച്ചൂടെ? ആദ്യം പരേഡിന് ഡ്രസ്സൊക്കെ ഇട്ട നല്ല അട്രാക്ഷൻ ആയിരിക്കും. റിങ്ങിൽ പോയി തുടങ്ങിയാൽ നിനക്കും ശമ്പളം കിട്ടും. വെറുതെ അല്ല. എന്താ നീ ഒന്നും പറയാത്തത്? ചേട്ടനോട് ചോദിച്ചിട്ട്. ഗോവിന്ദനോട് ഞാൻ പറഞ്ഞോളാം. ശരി, നീ പോ. ഷാജു, ഷാജു, ഷാജു. നീ എവിടെ പോയിരുന്നു? ഞാൻ ബോസ് വിളിച്ചിട്ട് പോയതാ. ബോസ് നിന്നെ എന്തിനു വിളിച്ചു? പരേഡിന് പോകാൻ പറയാം. പരേഡിന് പോകാനോ? നീ പരേഡിനൊന്നും പോകണ്ട, എനിക്കിഷ്ടമല്ല. വേണ്ടെങ്കിൽ വേണ്ട, പോണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബോസ് വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും. നിങ്ങൾ എന്തെങ്കിലും കുത്തി കുത്തി ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം? ഗോവിന്ദ, പ്രോഗ്രാം മാഷ് വിളിക്കുന്നു. ഞാൻ ഇപ്പൊ നിലവിളിക്കും. കിടന്നു പോകുന്നതാ നല്ലത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കിടന്നു പോകുന്നുണ്ടോ? നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും. പോകാനാ പറഞ്ഞത്. എടീ, നീ അത്ര പതിവ്രതൊന്നും ചമയണ്ട. രമേഷ്, ഓഹോ, അത് ശരി. നീ ബുക്ക് ചെയ്തായിരിക്കും. പട്ടി. വിജയേട്ടാ, ഇവിടെ വെച്ച് വേണ്ട. അവനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. തവണ അവൻ രക്ഷപ്പെട്ടു. എനിക്കിവിടെ മടുത്തു. വിജയൻ എന്താ ഇവിടെ വന്നേ? ഇവിടെ ആരും വന്നില്ല. വന്നില്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. ബഹളം കൂട്ടാതെ ഞാൻ പറയുന്നത് കേൾക്കും. ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? ആദ്യമായിട്ട് എനിക്കെന്താ? ഇനി എനിക്ക് രണ്ടിലൊന്നും അറിയണം. എല്ലാം ഞാൻ പറയാം. ഇവിടെ ഇരിക്കും. കഴിച്ചിട്ടുണ്ട് എന്നെ മയക്കാൻ നോക്കണ്ട. കാര്യം പറയും. അവൻ ഇവിടെ ഇറങ്ങിപ്പോന്നെ ഞാൻ കണ്ടതാ. വന്നത് നേരാ. പിന്നെന്തിനാ നീ ആദ്യം കള്ളം പറഞ്ഞേ? ആ രമേശ് ഇവിടെ വന്നു. രമേശ് എന്തിന്? ആരോടും വഴക്കുണ്ടാക്കാൻ പോണ്ട. ആൾക്കാരറിഞ്ഞാൽ നമുക്ക് തന്നെ പുറത്ത്. അവൻ വന്നിട്ട് എന്നെ അപ്പോഴേക്കും വിജയേട്ടൻ എത്തി. ഇല്ലായിരുന്നെങ്കിൽ
വേണ്ട വേണ്ട, വഴക്കിനൊന്നും പോണ്ട. വഴക്കിനല്ല, ബോസിനോട് പറയാനാ. ആരോടും പറയണ്ട, ഞാൻ വിടില്ല. പറഞ്ഞില്ലെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ബാബുജി, എന്താടാ നീ റിങ്ങി പോയില്ലേ? ഇപ്പോൾ ഗ്യാപ്പാ. പിന്നെ എന്താ ഇങ്ങോട്ട് ഓടി പോകുന്നത്? ബാബുജിയോട് ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? ആ രമേശിനെ ബാബുജിന് താക്കീത് ചെയ്യണം. അവൻ എന്ത് ചെയ്തു? ഞാനില്ലാത്തപ്പോ കൂടെ കൂടെ റാവുട്ടി വന്ന് ശാരദയെ ശല്യപ്പെടുത്തുന്നു. അത് ശരി, നീ പോ, ഞാൻ അവനോട് ചോദിച്ചോളാം. അവൻ പറഞ്ഞത് മുഴുവനും അങ്കിൾ വിശ്വസിക്കരുത്. എന്നെ ഇവിടെ ചീത്തയാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ വിജയനില്ലേ, അവനൊരു അഹങ്കാരിയാ. അവനും ആ കുള്ളനും തമ്മിൽ വലിയ ദോസ്തുക്കളാ. കുള്ളന്റെ ഭാര്യ കാണുന്നത് പോലൊന്നുമല്ല. വിജയൻ സദാസമയവും ആ റൗട്ടിയില്ല. ഇപ്പോ ഈ ടെന്റിൽ മുഴുവൻ ഇതാ സംസാരം. കുറെ കൂടി പോകുന്നുണ്ടെന്ന് ഞാൻ അവനോടൊന്ന് പറഞ്ഞുപോയി. അതിന്റെ ദേഷ്യമാ. വിജയനെ പറ്റി ഇത്തരം കഥകളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അവൻ ആരോടും അധികം സംസാരിക്കുക പോലുമില്ല. മിണ്ടാപ്പൂച്ച കലോടയ്ക്കൊന്നല്ലേ പഴഞ്ചൊല്ല്. എന്തായാലും കൊള്ളാം, എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളാ. അതിനിടയിൽ ഇങ്ങനെയുള്ള നോൺസെൻസുകൾ. ശരി, സാറിന് മാനേജർ സാർ വിളിക്കുന്നു. ഏത് മാനേജർ? രമേശ് ബാബു. ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് പറ. വിജയൻ, ഞാൻ വിളിച്ചത് നീ വരില്ല അല്ലേ? വിളിക്കുന്നവര് വിളിക്കുമ്പോ വരും. എന്ന് വെച്ചാൽ ഐ എം ദി മാനേജർ. ബോസല്ലല്ലോ. നിന്റെ ധിക്കാരം കുറെ കൂടി പോകുന്നുണ്ട്. യജമാനെയും അയാളുടെ പട്ടിയും ബഹുമാനിക്കുന്ന ഏർപ്പാട് എനിക്കില്ല രമേശ്. വിജയ, ഭയപ്പെടുത്താതെ. ഭയപ്പെടുത്താൻ നീ വലിയ ധീരനല്ലേ? കണ്ടവന്റെ ഭാര്യയുടെ പുറകെ നടക്കുന്ന ധീരൻ. അനാവശ്യം പറഞ്ഞാൽ അടിച്ചിട്ട് പല്ലിയാൻ കുടിച്ചുകളെ. നിങ്ങൾക്കൊക്കെ തോന്നിവാസം കളിക്കാനുള്ള സ്ഥലമാണോ ഇത്? മേലായാലും ഇത് ആവർത്തിച്ചാൽ രണ്ടിനെയും ഞാൻ ശരിപ്പെടുത്തി കളയും. ബ്ലഡി ബംഗേഴ്സ്.